ഇവര് കുറേ പൈസയൊക്കെ ചെലവാക്കിയിട്ട് എന്ത് മാതിരി കാണിച്ചു വെച്ചേക്കുന്നത്. ഒരു കാര്യമില്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചേക്കുന്നത്. ഭയങ്കര ടോക്സിക് ആയിരുന്നു. ടോക്സിക്. ദയവ് ചെയ്ത് ആരെങ്കിലും കാണാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തന്നെ മലയാളം ഡബ് കാണരുത്. ദയവ് ചെയ്ത് മലയാളം ഡബ് കാണരുത്. മോശം ഡബിങ്, മലയാളം ഡബിങ് ഭയങ്കര പറ്റ അബദ്ധം എന്ന് പറഞ്ഞ് പറ്റ അബദ്ധമായിരുന്നു. പിന്നെ ഉള്ള കേസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എഡിറ്റിങ് ചിലയിടത്തെല്ലാം വെറുതെ ബ്ലാങ്ക് ആക്കി വെച്ചേക്കുക. കുറച്ചു നേരം ഡാർക്ക് സ്ക്രീൻ. ഇതെന്തെങ്കിലും പറ്റിയതാണോ എന്ന് പോലും ചിന്തിച്ചു പോയി. യാഷ് ഈ KGF ശേഷം യാഷ് എന്തോ അമാനുഷികനായിട്ട് മാറിയിരിക്കുകയാണ്. ഭയങ്കര ടോക്സിക് ആയിരുന്നു. ടോക്സിക്. അതല്ലാതെ ഒന്നും പറയില്ല. ഗീതു മോഹൻദാസ് യാഷും കൂടെയാണ് ഇതിന്റെ കഥയും തിരക്കഥയും. കഥ പ്ലോട്ട് ഗീതു മോഹൻദാസിന്റെയും ബാക്കിയെല്ലാം യാഷും കൂടെ ഇൻവോൾവ് ചെയ്തിട്ടാണ് ഈ പടം ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിൽ രണ്ടുപേരും ഉത്തരവാദിയാണ്. ഇപ്പോൾ ഇവര് ഈ പടം ഫുള്ളായിട്ട് കാണുന്നില്ലേ, അല്ല ഇത് ജസ്റ്റ് ഒരു അവാർഡിന് വേണ്ടി ചെയ്ത പടമാണോ, അങ്ങനെ എനിക്ക് തോന്നിപ്പോയി. കാരണം ഒരു ഇന്റർവെൽ തന്നെ ഇരുന്നത് വരെ തന്നെ ഭയങ്കര പാടുപെട്ടിട്ട. ഇന്റർവെല്ലിന് ശേഷം അതിലും വധമായിരുന്നു. പറയാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്ക് ആ രീതിയിലായിരുന്നു അതിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ. കഥ എനിക്ക് തോന്നുന്നത് പ്ലോട്ട് വൈസ് നല്ലൊരു വേണമെങ്കിൽ നല്ല രീതിയിൽ മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലോട്ട് തന്നെയാണ്. ടിപ്പിക്കൽ പ്ലോട്ടാണ് അത്. പക്ഷെ അത് എന്തിന് എന്നുള്ളൊരു സംഭവമുണ്ട്. എന്തിന് ഇത്രയും വലിയ സാമ്രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, അതിന് ഉത്തരവില്ല. പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും ഉത്തരവില്ല. എന്തൊരു വെറുതെ ഒരു സംഭവമാണ്. കുറേ കിടപ്പറ രംഗങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട്. അതില്ലാതെ ഈ കഥ പറയാം. പൂർണ്ണമായിട്ടും ഈ സിനിമയിൽ അതൊന്നുമില്ലാതെയും ഇത്രയും വയലൻസ് ഒഴിവാക്കിയിട്ടും വേണമെങ്കിൽ ഇതേ കഥ തന്നെ പറയാൻ വേണ്ടി സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ കാഴ്ചപ്പാടിൽ. ഇത് കുറേ ആവശ്യമില്ലാതെ കുറേ ഈ സീൻസ് എല്ലാം കുത്തിക്കയറ്റി എന്തോ ആക്കി കളഞ്ഞു. എന്തിനാ ഇങ്ങനെ ഇവരെന്താ ഉദ്ദേശിച്ചത്, എന്തിനു വേണ്ടി എങ്ങനെ ചെയ്തേ? മ്യൂസിക് എല്ലാം ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, മറ്റ് സിനിമകളിലെ റിവ്യൂസിന്റെ കാര്യത്തിലും പറഞ്ഞിട്ടുണ്ട്. ഒരു സിനിമയുടെ മ്യൂസിക്കിനും എഡിറ്റിനും അത്രയേറെ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി വേണമെങ്കിൽ ഈ പടം ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇത് ചിലയിടത്തെല്ലാം മ്യൂസിക് ഒന്നും ഇല്ല, വെറുതെ ഡയലോഗ് പറയുന്നു. ദയവ് ചെയ്ത് ആരെങ്കിലും കാണാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തന്നെ മലയാളം ഡബ് കാണരുത്. ദയവ് ചെയ്ത് മലയാളം ഡബ് കാണരുത്. വേറെ ഏതെങ്കിലും ലാംഗ്വേജ് കണ്ടിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ലാന്നോ എനിക്ക് തോന്നുന്നു. തമിഴൊക്കെ ബെറ്റർ ആയിരിക്കും. ഇതിനകത്തൊക്കെ ഡബ് ചെയ്തിരിക്കുന്നത് റോഷനെ പിടിച്ചിട്ടാണ് യാഷിന് വേണ്ടി ഡബ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി ഇപ്പം ഇൻഡസ്ട്രിയിൽ അല്ലു അർജുനൊക്കെ ചെയ്യുന്നത് ജിസ് ജോയ് ആണ്. ആ വോയിസ് നമുക്ക് ഇത് അല്ലു അർജുന്റെ വോയിസ് ആയിട്ട് നമുക്ക് അത് ഒരു മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അത് ബ്ലെൻഡായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ യാഷിന്റെ ഒരു സൗണ്ട് സംഭവങ്ങളും ഇതെല്ലാം നമ്മളെ KGF ഡബ് ചെയ്ത ആളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കായിരുന്നു. ഇതിൽ ഡബ് ചെയ്തിട്ട് റോഷൻ മാത്യുവിനെ കൊണ്ടൊക്കെ ഡബ് ചെയ്യിപ്പിച്ച് അലമ്പാക്കി കോളമാക്കി. ഡബിങ് എല്ലാം മോശം. മലയാളം ഡബിങ് ഭയങ്കര പറ്റ അബദ്ധം എന്ന് പറഞ്ഞ് പറ്റ അബദ്ധമായിരുന്നു. പിന്നെ ഉള്ള കേസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എഡിറ്റിങ് ചിലയിടത്തെല്ലാം വെറുതെ ബ്ലാങ്ക് ആക്കി വെച്ചേക്കുക. കുറച്ചു നേരം ഡാർക്ക് സ്ക്രീൻ. ഇതെന്തെങ്കിലും പറ്റിയതാണോ എന്ന് പോലും ചിന്തിച്ചു പോയി. ഡാർക്ക് സ്ക്രീൻ ഒരു മിനിറ്റൊക്കെ ഡാർക്ക് സീൻ ഇങ്ങനെ ബ്ലാക്ക് സ്ക്രീൻ ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ പുറകിൽ ഡയലോഗ് ഇങ്ങനെ പറയുന്നു. ചിലയിടത്ത് ഡയലോഗ് ഇല്ലാന്ന് തോന്നുന്നു. മ്യൂസിക് പാട്ടും എല്ലാം കാട്ടവരാതെന്ന് പറയാൻ വേണ്ടി പറ്റുമെങ്കിൽ അത് അങ്ങനെ തന്നെ എല്ലാവരും അങ്ങനെ തന്നെ പറയുന്നതെന്ന് തോന്നുന്നു. അതുപോലെ ഒരു സംഭവമായിപ്പോയി. എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് അവാർഡിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു. പിന്നുള്ള ഒരു സംഭവം എനിക്ക് മനസ്സിലാകുന്നത്, യാഷിന് വേണമെങ്കിൽ ഇനിയും ഗൂഗിളി ടൈപ്പ് സിനിമകളൊക്കെ ചെയ്യാം. കാരണം അതിൻ്റെ ഒരു രണ്ട് സെക്കൻഡ് ലുക്കുണ്ട്. വേറെ ഒരു ക്ലീൻ ഷേവ്ഡൊക്കെ ആയിട്ട് ഒരു ലുക്ക്. അതിപ്പം ഒരു കോളേജ് ടൈപ്പ് ക്യാരക്ടേഴ്സൊക്കെ ഇനിയും യാഷിനെ കൊണ്ട് സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു സംഭവം ആ ക്യാരക്ടറിൻ്റെ ഒരു ഇതിൽ വരുന്നുണ്ട്. അത്
നൈസായിട്ട് പുള്ളി പുള്ളിക്ക് ഇനിയും ആ ഗൂഗിളി ടൈപ്പ് ക്യാരക്ടറൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നാണ്. ഗൂഗിളി ആരെയും കണ്ടിട്ടില്ലെങ്കിൽ ഗൂഗിളിയൊക്കെ കണ്ടു നോക്കണം. യാഷ് ഈ KGF ശേഷം യാഷ് എന്തോ അമാനുഷികനായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പം. അതുപോലെ തന്നെയാണ് അല്ലു അർജുനും. പുഷ്പയ്ക്ക് ശേഷം ആ ടൈപ്പ് ഇപ്പം ഇനി അറ്റ്ലീൻ്റെ പടം ചെയ്യാൻ പോകുന്നതും അങ്ങനെയാണ്. പ്രഭാസ് പിന്നെ ഓൾറെഡി ബാഹുബലിക്ക് ശേഷം ഇപ്പം സൈഡായ മട്ടാണ്. ഇവരെല്ലാം ഒരു പടം ചെയ്തതിന് ശേഷം പിന്നെ ആ രീതിയിലുള്ള പടങ്ങളെ ചെയ്യുള്ളൂ എന്നുള്ള വിചാരിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. ഗൂഗിളിൽ കണ്ടിട്ടില്ലെങ്കിൽ ഗൂഗിളിൽ കാണണം. ഗൂഗിളിലല്ല എന്ത് നൈസായിട്ടാണ് പുള്ളി കോമഡിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു എന്തെങ്കിലും സംഭവിച്ചാണോ? ഇവർ പടം കാണുന്നില്ലേ? എല്ലാം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലാവുന്നില്ലേ? ഇത് പടം തിയേറ്ററിൽ എന്തായാലും മോശം അഭിപ്രായമായിരിക്കും ഉണ്ടാകുന്നതെന്ന് ഒരു തുടക്കം കാണുമ്പോൾ തന്നെ ഇന്റർവെലിന്റെ പകുതി വരെ കണ്ടാൽ തന്നെ അവർ മനസ്സിലാവും. എഡിറ്റ് ചെയ്ത് കോപ്പി കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവേണ്ടതല്ല. ഇത്രയും സിനിമകൾ കണ്ടിട്ടുണ്ടാവുന്നവരാണ്, ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ എങ്ങനെയാണ് പ്രേക്ഷകരുടെ ഒരു സംഭവം പൾസ് എന്താണെന്ന് അറിയാൻ പോലും സാധിക്കാതെ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയില്ല. എനിക്കിപ്പോഴും തോന്നുന്നു ആ പടത്തിന് കഥ ഒരു നൈസായിരുന്നു. കാരണം ഒരു ലാസ്റ്റ് ഭാഗത്ത് കൊടുക്കുന്ന സംഭവങ്ങൾ അതൊക്കെ കേട്ടിട്ട് അതിനെ ബിൽഡ് ചെയ്ത രീതിയാണ്. ഇത് 1940 കാലഘട്ടം, അതായത് സ്വാതന്ത്ര്യത്തിന് മുന്നേയും സ്വാതന്ത്ര്യത്തിന് ശേഷവും ഉള്ള ഒരു സംഭവമാണ് ഇതിന്റെ കഥ. അപ്പോൾ ആ സംഭവം തന്നെ നമുക്ക് ഇത്രയും ബഡ്ജറ്റിൽ ചെയ്യാതെ തന്നെ ചെറിയ ബഡ്ജറ്റിലും വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന പ്ലോട്ട് തന്നെയാണ് ഇതിനകത്തുള്ളത്. ഇവര് കുറെ പൈസയൊക്കെ ചെലവാക്കിയിട്ട് എന്ത് മാതിരി കാണിച്ചു വെച്ചേക്കുന്നത്. ഒരു കാര്യമില്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചേക്കുന്നത്. ഒന്നും പറയില്ല. ഇത് യാഷ് പ്രൊഡ്യൂസറും കൂടിയാണ്. അതുകൊണ്ട് ഇതിനെല്ലാ കാരണക്കാരും എനിക്ക് തോന്നുന്നത് യാഷ് തന്നെ ആയിരിക്കും. ഗീതു മോഹൻദാസിനെ ഞാൻ പൂർണ്ണമായിട്ടും പറയുന്നില്ല. പുള്ളിക്കാരിക്ക് പ്ലോട്ട് ഉണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി ഈ ട്രെയിലറിന്റെ ഞാൻ ടീസർ കണ്ടപ്പം എനിക്ക് അത്ര ഭയങ്കര മോശം അഭിപ്രായമായിരുന്നു. ട്രെയിലർ കണ്ടപ്പം കൂടുതൽ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ സിനിമ കണ്ടപ്പം അതെല്ലാം പോയി. അത് ആ രീതിയിൽ ട്രെയിലർ ലോഞ്ചിന്റെ സമയത്തെങ്ങാനും എനിക്ക് ഇവരെ ഗീതു മോഹൻദാസിന് ഒരു കോൺഫിഡൻസ് കുറവ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അത് വേണമെങ്കിൽ ആരെങ്കിലും വീഡിയോ എടുത്ത് വേണമെങ്കിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടി പറ്റും. അവരുടെ മുഖം ഒരു പറ്റിപ്പോയൊരു കോൺഫിഡൻസ് കുറവ് ആ രീതിയിലായിരുന്നു അവരുടെ മുഖം പിടുത്തവും കാര്യങ്ങളൊക്കെ. ഇതിലെനിക്ക് തോന്നുന്ന കിയാര ഒരു പെർഫോമറായിട്ട് കിയാറൊക്കെ ഉണ്ട്. പക്ഷെ ആവശ്യമില്ലാത്ത കുറേ സീൻസൊക്കെ കുത്തിക്കയറ്റി വെച്ചേക്കും. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഈ ബെഡ് സീൻ, കിടപ്ര സീൻസ് ഒന്നും ഒരു ആവശ്യമില്ലാതെ കൊണ്ട് കയറ്റി വെച്ചിട്ടുണ്ട്. കിയാര ആയാലും ശരി, ഹിമ ഖുറേഷി കുഴപ്പമില്ലാതെ ആക്ട് ചെയ്തിട്ടുണ്ട്. നയൻതാരയ്ക്ക് ഒരുവിധം കുഴപ്പമില്ലാത്തൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നയൻതാരേൻ്റെ ക്യാരക്ടറാണ് ഇതിനകത്ത് ഒരു ബെറ്റർ ക്യാരക്ടർ. യാഷിന്റെ ക്യാരക്ടർ നല്ലതാണ്. പ്രസന്റേഷൻ, പുള്ളി അഭിനയം KGF അതേ ടൈപ്പ് ഒരു ഇതാണ് അതിനകത്ത് പിടിച്ചിരിക്കുന്നത്. എക്സ്പ്രഷനും കാര്യങ്ങളും എല്ലാം ആ ടൈപ്പ് ഒരു പിടുത്തം തന്നെയാണ് ഫേസിൽ കാണിച്ചിരിക്കുന്നത്. പുള്ളിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. എനിക്ക് എന്തുവല്ലും ഇതൊരു അവാർഡിനുള്ള സംഭവത്തിൽ പോകാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു. പിന്നെ ഇതിനകത്ത് രുക്മിണിക്കൊന്നും ഒന്നും ചെയ്യാനില്ല സത്യം പറഞ്ഞാൽ. അവരെല്ലാം എന്തിനാണ് ഇത്രയും ഈ കാന്താരയ്ക്ക് ശേഷം ഇങ്ങനൊരു പടത്തിലോട്ട് ഈ സ്റ്റാർ കാസ്റ്റും കാര്യങ്ങളും യഷിന്റെ സംഭവങ്ങളും ഒക്കെ കണ്ടിട്ട് വന്ന് പെട്ടതായിരിക്കാനാണ് സാധ്യത. കാരണം അവർക്കൊന്നും അതിനകത്ത് റോളേ ഇല്ല. അവർക്ക് അതിനകത്ത് ഒട്ടും റോളില്ല. സുദീപിനൊന്നും റോളില്ല സത്യം പറഞ്ഞാൽ. സുദീപ് അല്ലെങ്കിലും അത് വേറെ ആരെങ്കിലും ചെയ്താലും കുഴപ്പമൊന്നുമില്ല. സുദീപിനായിട്ട് ആക്ട് ചെയ്യാൻ നല്ലൊരു കാലിബറുള്ള ആക്ടറായിട്ടാണ് എനിക്ക് സുദീപിനെ തോന്നിയിട്ടുള്ളത്. സുദീപ് തന്നെയല്ലേ പേര്. കാണാൻ ആഗ്രഹിക്കുന്നവർ ഇനി OTT വല്ലതും വന്നിട്ട് അതിനകത്ത് മാത്രം സൗണ്ടിന്റെ കാര്യത്തിലോ വിഷ്വലി സംഭവങ്ങളോ, വിഷ്വലി മീൻസ് ഇനി ഇതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് OTT-യിലെല്ലാം കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു സംഭവമൊന്നും കിട്ടാനൊന്നും സാധ്യതയൊന്നുമില്ല. വലിയ കാര്യമായിട്ട് അതിനകത്തൊന്നും ചെയ്തിട്ടുള്ളതായിട്ട് രാജീവ് രവി തന്നെയാണോ ഇത് ചെയ്തതെന്നൊക്കെ തോന്നിപ്പോകുന്ന രീതിയിലാണ് സംഭവമൊക്കെ ഉള്ളത്.
കുറേ നല്ല വിഷ്വൽസ് ഉണ്ട്, കുറേ ക്ലോസപ്പ് എല്ലാം വെച്ചേക്കുന്ന കുറേ ഷോട്ടൊക്കെ. എന്നിട്ട് മ്യൂസിക്കും ഒരു കോപ്പില്ല, വെറുതെ ഡയലോഗ് മാത്രമായിട്ട് സംഭവം ചെയ്തിട്ടുണ്ട്. അത് തിയേറ്ററിൽ അസഹനീയമായിരുന്നു സംഭവങ്ങളെന്നൊക്കെ. എല്ലാവരും വലിയ പ്രതീക്ഷയോടെ വന്നിട്ട് ആ സംഭവത്തിൽ ഇരിക്കുന്നിട്ട് ഞാനിപ്പോഴും പറയുന്നത് നല്ലൊരു പ്ലോട്ടായിരുന്നു. അത് വലിച്ച് അലമ്പാക്കി കുളവാക്കി കൂടെ മറ്റേ സീൻസ് മറിച്ച് ഇതാക്കി കുറെ പൈസ മുടക്കി എന്തൊക്കെയോ സി ജിയും കാര്യങ്ങളും സംഭവമൊക്കെ സെറ്റും സെറ്റപ്പാക്കി കോടികൾ ചെലവിട്ടിട്ട് ഇങ്ങനെ ഒരു പടം എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. വേറെ എന്തെങ്കിലും യാഷിന് ഇനി എന്തെങ്കിലും ഒരു നല്ല ക്യാരക്ടർ, അതായത് ഒരു ബോയ് ഇൻ എ നെക്സ്റ്റ് ഡോർ അങ്ങനത്തെ ക്യാരക്ടറൊക്കെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ ഇതേ ലെവലിൽ പിടിച്ചു പോയിട്ടുണ്ടെങ്കിൽ പുള്ളി അധികം വൈകാതെ തന്നെ ഔട്ടായി പോകും. ഇങ്ങനെയാണെങ്കിൽ പുള്ളിക്ക് കുറച്ച് പൈസ വന്നിട്ടുണ്ടോ, KGF എല്ലാം ചെയ്തിട്ട് കുറച്ച് പൈസ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ KGF 3 എങ്കിലും ഇറക്കി വിടും. KGF 3 ഇറക്കി വിട്ടിട്ട് ഒരു കുറച്ച് സമാധാനത്തിലെങ്കിലും ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഇതെന്തായാലും പുള്ളിക്കാരന് നല്ലൊരടിയായിരിക്കും. കർണാടകയിൽ എങ്ങനെയാണ് ഇത് വരുന്നത്, കാരണം എന്തായാലും എല്ലായിടത്തും ഒരേ അഭിപ്രായമായിരിക്കും. കാരണം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, എഡിറ്റിങ്, കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി വെച്ചാണോ എന്താ സംഭവം. എഡിറ്റിങ്ങിൽ എന്തായാലും പാളിച്ച പറ്റിയിട്ടുണ്ട്, അത് വേറെ കാര്യം. ടോട്ടൽ ഒരു മിക്സ് ചെയ്തേക്കുന്ന രീതിയും പറഞ്ചിൽ പോകുന്ന സംഭവങ്ങളും എല്ലാം പാളിയിട്ടാണുള്ളത്. ഗീതു മോഹൻദാസിന് മാത്രം തെറ്റല്ല, എല്ലാവരും ഗീതു മോഹൻദാസിന് മാത്രം കുറ്റം പറയണ്ട, സെയ്റ്റ് എന്ന് മാത്രം പറയണ്ട. കാരണം ഇത് ആവശ്യമില്ലാത്ത രംഗങ്ങൾ വേണേൽ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ അവർക്ക് പറയായിരിക്കും. പക്ഷെ ഇതിൽ പ്രൊഡ്യൂസറും കഥയുടെ തിരക്കഥയിൽ കൂടെ നിന്നതും മെയിൻ ആക്ടറും എല്ലാം യാഷ് ആയതുകൊണ്ട് യാഷിന് ഇതിനകത്ത് യാഷ് ഈ കഥയിൽ നല്ല രീതിയിൽ ഇടപെട്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് 100% അല്ല 110% ഉറപ്പുണ്ട്. അപ്പോൾ ഇത് ഗീതു മോഹൻദാസിനെ മാത്രം കുറ്റം പറയുന്നില്ല. ഇത് യാഷിനെയും കൂടെ ഒരു ഫോൾട്ടായിട്ട് തന്നെ കാണേണ്ടതാണ്. എനിവേ, ആരെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റ് ഭാഷയിലുള്ള ഏതെങ്കിലും കാണാൻ പറ്റുവാണെങ്കിൽ മാത്രം കാണാം, ഇല്ലെങ്കിൽ നിങ്ങൾ കാണാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അല്ലെങ്കിൽ OTT എല്ലാം വന്നിട്ട് വെറുതെ ഓടിച്ചു വിട്ട് കാണാനെങ്കിലും പറ്റുമല്ലോ, തിയേറ്ററിൽ പോയിട്ട് പിടിച്ചിരിക്കണ്ടല്ലോ. കാരണം അങ്ങനെയാണ്, അസഹനീയമാണ്.